കൊല്ലത്തെ സ്വകാര്യ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമയുടെ ആത്മഹത്യയ്ക്ക് കാരണം സഹനടത്തിപ്പുകാരൻ പറ്റിച്ചതും ഭീഷണിയുമെന്ന കുടുംബം. പുനലൂർ സ്വദേശി അമൽ ശങ്കരന്റെ ആത്മഹത്യാക്കുറിപ്പിൽ രണ്ടുപേരുടെ പേരുകൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് ഇതുവരെ കേസെടുത്തില്ലെന്ന് കാണിച്ച് ഭാര്യ രേഖാകുമാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സ്ഥാപനത്തിലെ കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്നും ഫീസ് തിരികെ വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് അമൽ ശങ്കർ ആത്മഹത്യ ചെയ്തത്. പുനലൂർ അറക്കൽ സ്വദേശി അമൽ ശങ്കറും മുണ്ടക്കൽ സ്വദേശി നെവിൻ ഡാനിയലും ചേർന്നാണ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്നത്. കോഴ്സിന് അംഗീകാരമില്ലെന്ന പരാതി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നെവിൻ നടത്തിയ ക്രമക്കേടുകൾ അമൽ കണ്ടെത്തിയതായി ഭാര്യ രേഖാകുമാരി പറയുന്നു. ഓഗസ്റ്റ് 18 രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയപ്പോൾ കണ്ടത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന വലിയൊരു കൂട്ടം ആളുകളെ. ഫീസ് തിരികെ ആവശ്യപ്പെടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വൈകുന്നേരത്തോടെ അമലിന്റെ മൃതദേഹം വീട്ടിനുള്ളിൽ കണ്ടെത്തി. 4:30 മണിക്കാണ് എൻ്റെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് രാത്രി 8 മണിക്കാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിടുന്നത്. ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്ത വിവരം എന്നോട് പറയുകയോ 8 മണി വരെ എന്നെ അവിടെ പിടിച്ചിരുത്തുകയോ അന്യായ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ചെയ്തത്. മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ 2 പേരുടെ പേരുകളുണ്ടായിരുന്നു. അഞ്ചൽ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കാതെ വന്നതോടെയാണ് രേഖ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന നെവിൽ ഡാനിയലിനെയും മോൻകുട്ടനെയും ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ പരാതി. നെവിൻ ഡാനിയലിന് കൊല്ലത്തെ CPM MLAയുമായുള്ള അടുപ്പമാണ് പോലീസ് സംരക്ഷണം നൽകാൻ കാരണമെന്ന് രേഖ ആരോപിക്കുന്നു. അമലിന്റെ മരണത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കും വരെ നിയമപോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.